ഇനി പത്രസമ്മേളനം വിളിച്ചത് ഇന്നലെ നടന്ന അനീഷ് ജോർജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഒരു ചർച്ച അദ്ദേഹത്തിന്റെ ആത്മഹത്യ BLOമാർക്ക് ഉള്ള ടെൻഷൻ കൊണ്ടാണ് SIRന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോലി ഭാരമുണ്ട്, അതുകൊണ്ട് അതൊന്നും തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഈ ആത്മഹത്യക്ക് ശേഷം ഒരുപാട് ഇതിൻ്റെതായ ടെൻഷനെ കുറിച്ചുള്ള BLOമാരുടെ കഥകളെല്ലാം വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ BLOമാർക്ക് വലിയ ഒരു ഉത്തരവാദിത്തമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ SIR ഇപ്പോൾ നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. പിന്നീട് നമ്മൾ അതിന്റെ ഡേറ്റ് നീട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ സത്യത്തിൽ BLOമാർക്ക് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്തു തീർക്കാൻ വലിയ പ്രയാസമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള വിഷയം, ഈ പറയുന്ന അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യാൻ ഈ BLO എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജോലി ഭാരമാണോ മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. വാസ്തവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അത് ജോലി ഭാരം മാത്രമല്ല. ജോലി ഭാരം BLOമാർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, കേരളത്തിലെ മൊത്തം എല്ലാവർക്കും ജോലി ഭാരം. പക്ഷെ ജോലി ഭാരത്തോടൊപ്പം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കാര്യം. നിങ്ങൾക്ക് കാങ്കോൽ ആലപ്പുഴമ്പ് എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. CPMന് അതിപ്രസരമുള്ള ഒരു പഞ്ചായത്താണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറും ആ പഞ്ചായത്തിൽ അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ ഫോം കയറിക്കളയുന്ന ഒരു പഞ്ചായത്ത്. അവിടെ BLOമാരെ സ്വാധീനിച്ചുകൊണ്ട് BLOമാരെ നിയന്ത്രിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വം കള്ള വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഞങ്ങൾ ഇന്ന് പറയുന്നതല്ല, ഞങ്ങൾ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്. ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ CPMകാര് BLOമാരെ സ്വാധീനിച്ചുകൊണ്ട് കള്ള വോട്ടുകൾ നിർബാധമായി കള്ള വോട്ടുകൾ ചേർക്കുന്നു. അതിന് സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ ഈ പറയുന്ന BLOനെ CPMകാർ ഭീഷണിപ്പെടുത്തി. ഇവിടെ കാങ്കോല് അവിടെ BLO ഈ പറയുന്ന ബൂത്തില് BLO അനീഷ് ജോർജ് നമ്മുടെ BLA ആയിട്ടുള്ള വൈശാഖിനെയും കൂട്ടിയാണ്, വൈശാഖിനും അതുപോലെ തന്നെ CPMന്റെ BLA അല്ല കൂടെ പോയത് CPMന്റെ മുൻ ഏരിയ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് കൂടെ. ഈ BLAമാരെ നിയമിക്കുന്നത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് BLAമാരെ നിയമിക്കുന്നത്. BLAമാരെ എന്ന് പറഞ്ഞാൽ അതാത് പാർട്ടികളുടെ നേതാക്കന്മാർ ഓതറൈസ് ചെയ്യുന്ന ഒപ്പിട്ട് കൊടുക്കുന്നവർ മാത്രമേ BLAമാരായി അംഗീകരിക്കപ്പെടൂ. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുമായും അത്തരം സ്ഥാപനങ്ങളുമായും ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള ധാർമ്മികമായ അവകാശമുള്ളവർ BLAമാരാണ്. അപ്പൊ BLO ഈ SIRൽ പ്രത്യേകം പറയുന്നത് BLOമാര് വീടുകളിൽ പോകുമ്പോൾ BLAമാരെയും കൂട്ടിയിട്ട് പോകണമെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ചെല്ലുമ്പോൾ BLAമാരെ കൃത്യമായി
കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിന്റെ പ്രൊസീജിയർ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നതാണ് BLA പോസ്റ്റ്. അപ്പൊ അവരും കൂടി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇതിന്റെ പ്രോസസ്സുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ കോൺഗ്രസിന്റെ BLA ആയിട്ടുള്ള വൈശാഖും CPMന്റെ BLA ആയ റഫീഖ് അല്ല പോകുന്നത്, മറിച്ച് പോകുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ചന്ദ്രനാണ് കൂടെ പോകുന്നത്. അത് കൂടെ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് രണ്ടാമത്തെ ദിവസം ഈ ചന്ദ്രന് പകരം DYFIയുടെ ഇതിന് കൂടെ പോകേണ്ടത് CPMന്റെ BLA ആണ്. ആ BLA അല്ല പോകുന്നത്, ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ DYFI നേതാവും ഒക്കെയാണ് പോകുന്നത്. നമ്മളെ പോയിട്ടുള്ളത് BLA ആയിട്ടുള്ള വൈശാഖാണ്. അപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. വൈശാഖിനോട് അദ്ദേഹം വിളിച്ച് പറയുന്നു ഇനി വരണ്ട എന്ന്. അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് ഇല്ലേ? അതിലാദ്യം അത് വെച്ചു. ഞാൻ BLO അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് പോകുമ്പോ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ഇടമല്ലേ? അല്ല അത് ശരിയല്ലതാ. എന്നാന്ന് പ്രശ്നം എന്നാന്ന് പറഞ്ഞാലേ താല്പര്യമില്ല, നടക്കുന്ന തീരെ താല്പര്യമില്ലേ. രണ്ടാമത് നിങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരും ചെയ്യില്ല. ഞാൻ പിന്നെ നിങ്ങൾ ആയതുകൊണ്ട് വന്നില്ല, ഞാൻ വരില്ല. അതെ അല്ല, അവര് നമ്മ ലഘുലേഖകളെ കുറിച്ച് നമ്മ രാഷ്ട്രീയം പറയാം എവിടെയെങ്കിലും. ഒന്നാമത് നിങ്ങൾ ഇവിടെ തായിലവർക്കൊന്നും അറിയില്ല, അതിന് കോൺഗ്രസ് ആണോ CPM ആണോ അതിന് ഏതോ പാർട്ടിന്ന് അവർക്കൊന്നും അറിയില്ല. പിന്നെ നിങ്ങളുടെ ഉദ്യോഗസ്ഥർ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. നമ്മ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് അത് കൊടുക്കുന്നു. നമ്മ നിങ്ങളെ പരിചയപ്പെടുത്തുന്നല്ലാണ്ട് പറഞ്ഞു ചെയ്തു നമ്മ ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ ഇല്ലല്ലോ. പിന്നെ ഒന്നത്തെ പ്രശ്നത്തില് അവിടെ നമ്മളെ പറയുന്നെല്ലാം പറയുന്നുണ്ട്. അത് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നാല് നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞ് അവര് വിളിച്ച റെക്കോർഡ് മോള് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ തടയെന്ന് പറയുന്നുണ്ട് എന്നാപ്പിലേക്ക്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളിവിടെ വില്ലേജ് ഓഫീസർ ആരാന്നത് മോളില് ഇത് നിങ്ങള് ഇത് എടുക്കേണ്ട ഇടയാന്ന് അവര് പറയുന്നത് പിന്നെ ഒന്നും ഇതാക്കില്ല. ഒരു ഞാൻ പറഞ്ഞത് അതെ അല്ല അത് ശരിയല്ല. നമ്മള് പിന്നെ BLA കളക്ടർ അങ്ങനെ എത്തിയിട്ടുള്ള BLA ആണ്. പിന്നെ നമ്മൾ ഒരു കൊടുത്തിട്ട് 1000 പിന്നെ അപ്പൊ നിങ്ങൾ സഹായിക്കണം പറഞ്ഞിട്ട് മറ്റേ വില്ലേജ് ഓഫീസിൽ വിളിച്ച് ഞാനോട് പറഞ്ഞ് നിങ്ങൾ പിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കും വരുന്നത്. അതെ നിങ്ങളത് പിന്നെ നിങ്ങളൊരു പറയുന്നാൽ പിന്നെ അവരുടെയും പറയും നമ്മളെ കൂട്ടുന്നില്ലെന്ന്. ഞാനത് അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാം. ഞാനങ്ങനെ കംപ്ലൈന്റ് ചെയ്ത പ്രശ്നം നിങ്ങൾക്കാണ്. അത് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾ വിളിക്കാം. ഓക്കെ ഓക്കെ, ഒരു 5 മിനിറ്റ് ഞങ്ങൾ വിളിക്കാം. അല്ല നീ അത് ഇത് പറയാ, അത് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. പിന്നെ ഞാൻ പറയേണ്ടത് കളിയും ഭയങ്കര കുഴപ്പാക്കും, പിന്നെ ഇതാക്കും എന്നല്ല അവര് പറയുന്നത്. നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്ത് നമ്മള് പണിയെടുക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ തന്നെ പറഞ്ഞോ. പിന്നെ മറ്റേത് ഞാൻ പറയാം, എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല, എന്നോടല്ലേ പറയുന്നല്ലോ. എന്നോട് റഫീഖ് വൈശാഖി എന്താ ഇതിനെ തടയുന്നോ പറയൂല. പിന്നെ എന്നോട് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ അവനോട് പറഞ്ഞോളൂ. നിങ്ങൾ ഇപ്പൊ നിങ്ങളല്ലേ വിളിച്ചു പറയുന്നത് നമ്മ തടയുന്നില്ല ഇതിൽ നിങ്ങളോടല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യാണ്ട് പിന്നെ BLA മാരെ കൂട്ടി നടക്കുന്നവര് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ട് രീതിയിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യണ്ട്, ഞാനല്ലേ കംപ്ലൈന്റ് ചെയ്യണ്ട്.
എന്നെ വിളിച്ചിട്ട് റഫീഖ് നീ പൈസ നീ പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ബാക്കി എന്നാ ചെയ്യേണ്ടത്. നമ്മളെ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെന്താണ്ടെന്ന് പറയേണ്ടി. ഞാൻ അപ്പൊ അത് നിങ്ങൾക്കല്ല പ്രശ്നമാവുമാണ്. പ്രശ്നമാണ് വേറെ നമ്മൾ ചോദിച്ചാണ് നമ്മൾ പറഞ്ഞോളാം, എന്തെങ്കിലും പറഞ്ഞോളാം. അല്ലാതെ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അവര് പിന്നെ നിങ്ങളായി അങ്ങനെ പറയാം പ്രശ്നമില്ല. നമ്മള് പിന്നെ ഏതായി പിന്നെ അവര് ഇത് നിൽക്കാൻ കഴിയില്ല, അവരുടെ ഏരിയല്ലേ. പിന്നെ അവര് തന്നെ ഞാൻ ഒരു മിനിറ്റ് ഞങ്ങൾ വിളിക്കാം, 5 മിനിറ്റ് ഞാൻ